അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു ഹദീസ് സമുറത്ത് ബിൻ ജുൻദുബ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഉൻ. അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടമുള്ള വചനങ്ങൾ 4 എണ്ണമാണ്. ലാ യദുറുക ബിഅയ്യിഹിന്ന ബദഅത. ആ 4 ദിക്റുകളിൽ ഏത് നിങ്ങൾ തുടങ്ങിയാലും അല്ലാഹു കുഴപ്പമില്ല. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇത് അല്ലാഹുവിന് ഇഷ്ടമാണ്. നിങ്ങൾ സുബ്ഹാനല്ലാഹ് വെച്ച് തുടങ്ങിയാലും അൽഹംദുലില്ലാഹി സുബ്ഹാനല്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അങ്ങനെ ചൊല്ലാം. അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് എങ്ങനെ തുടങ്ങിയാലും ഈ 4 വാക്കുകൾ അഹബ്ബുൽ കലാമി ഇലല്ലാഹ്, മനുഷ്യരുടെ വാക്കുകളിൽ അല്ലാഹുവിന് ഇഷ്ടമുള്ളത് ഈ 4 എണ്ണമാണ്. ലാ യദുറുക ബിഅയ്യിഹിന്ന ബദഅത. നിങ്ങൾ ഏതുകൊണ്ട് തുടങ്ങിയാലും പ്രയാസമില്ല. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ വചനമാണ് ബാഖിയാത്തുസ് സ്വാലിഹാത്തിന്റെ ഭാഗമായി വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർബഉൻ ഹുന്ന മിൻ അസ്യബിൽ കലാം, 4 വചനങ്ങൾ ഇത് അല്ലാഹുവിന് ഇഷ്ടമുള്ള വാക്കുകളാണ്. വഹുന്ന മിനൽ ഖുർആൻ, ഇത് വിശുദ്ധ ഖുർആനിൽ പരാമർശമായ വാക്കുകളാണ്. ലാ യദുറുക ബിഅയ്യിഹിന്ന ബദഅത. ഏത് തുടങ്ങിയാലും കുഴപ്പമില്ല. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ നീ മഹോന്നതനാണ് റബ്ബേ. നിന്നെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോ നിന്നെ സംബന്ധിച്ചുള്ള അറിവ് ബെവൽജറിങ്, നമ്മൾ അന്തം വിട്ടുപോകും. അങ്ങനെയാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോ വളരെ അത്ഭുതകരമാണ് അള്ളാഹുവിന്റെ ലോകം. എന്തായിരിക്കും അള്ളാഹുവിന്റെ ലോകം? ആരാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല? അവന്റെ സൃഷ്ടിപ്പ്, അള്ളാഹുവിന്റെ അധികാരം ഒക്കെ നമ്മൾ ആലോചിക്കുക. അള്ളാഹിനോട് അസൂയ തോന്നണ്ട, പടച്ചോൻ എങ്ങനെ ഇതൊക്കെ കിട്ടിയത്, എനിക്കെന്തേ കിട്ടാഞ്ഞത്, അങ്ങനെ ചിലർ ചിന്തിക്കുക. അത് അസൂയയാണ്. അത് വേണ്ടെന്ന് പടച്ചോൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. നീ അതിനെക്കുറിച്ച് ആലോചിക്കല്ലേ, നീ എന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കുക, നിനക്ക് എന്നെ മനസ്സിലാവും. 4 വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പ്രപഞ്ചത്തിൽ സൂര്യോദയം നടക്കുമ്പോൾ സൂര്യപ്രകാശം എവിടെയെല്ലാം തട്ടുന്നുണ്ടോ ആ വസ്തുക്കളിൽ നിന്നെല്ലാം എനിക്കിഷ്ടമായത് എന്ന് പറഞ്ഞാൽ ഈ ലോകവും അതിലുള്ള സർവ്വതും എന്നാണ് അതിന്റെ ഉദ്ദേശ്യം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഹബീബിൽ നിന്നത് കേൾക്കുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅൻ നഖൂല സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അഹബ്ബു ഇലയ്യ മിമ്മാ തലഅത അലൈഹി ശംസ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും എനിക്ക് ലഭിക്കുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് ഈ 4 വാക്കുകളാണ്. അതാണ് അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് എന്ന ആയത്തിന്റെ വചനം കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ മുമ്പിലേക്ക് വരുന്നു. അൻ ഉമ്മി ഹാനിഇൻ ബിൻത് അബീ ത്വാലിബ്, നബി തങ്ങളുടെ അമ്മായി ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹ, അവരുടെ വീട്ടിൽ നിന്ന് ഇസ്രാ മിഅ്റാജ് ഒക്കെ ഉണ്ടായത്. മഹദി റളിയല്ലാഹു അൻഹ പ്രായമായപ്പോ മർറ ബി റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബ് എന്റെ അരികത്ത് കൂടെ അങ്ങനെ നടന്നുപോയി. ഞാൻ പറഞ്ഞു, നബിയേ ഇന്നി ഖദ് കബർതു വദഅഫ്തു. നബിയേ ഒരുപാട് പ്രായമായി, നടക്കാനും ഓടാനും ഇരിക്കാനും ഒന്നും പറ്റാത്ത അവസ്ഥയായി, ഒരുപാട് പ്രായമായല്ലോ നബിയേ. ഫമുർനി ബിഅമലിൻ അഅമലുഹു അന ജാലിസ. വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരും നബിയേ. ഒരു തവാഫ് ചെയ്യേ അല്ലെങ്കിൽ സഅയ് ചെയ്യേ, ഇതൊന്നൊക്കെ പ്രയാസായി നബിയേ. നിസ്കാരം തന്നെ ഇരുന്നിട്ടാണ്. അതുകൊണ്ട് ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന നല്ല കൂലി കിട്ടുന്ന വല്ലതുണ്ടോ, അത് പറഞ്ഞു തരും നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളങ്ങനെ മലയാളികൾ പറയില്ലേ, അധ്വാനമൊന്നുമില്ല, വീട്ടിലിരുന്നിട്ട് കിട്ടുന്ന ശമ്പളം വല്ല അങ്ങനത്തെ വല്ല ജോലി ഉണ്ടോ, ഒരു പണിയും ചെയ്യാതെ. സുബ്ഹാനല്ലാഹ്. ആഖിറത്തിന്റെ വിഷയത്തിൽ വല്ലതുണ്ടോ എന്നാ ഉമ്മു ഹാനി